മമ്മി എൻ്റെ അടുത്ത് വന്ന് വയറയിൽ ഇവിടുത്തെ തൈലങ്ങളെല്ലാം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തൊന്നും എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷേ മമ്മി ഇവിടെ വന്ന ശേഷം മമ്മി എപ്പോഴും കിച്ചണിലിരിക്കുമ്പോഴും എല്ലാം യൂട്യൂബിനകത്ത് ഇവിടുത്തെ ധ്യാനങ്ങളും അച്ഛൻ്റെ പ്രസംഗങ്ങളും എല്ലാം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും സ്വാഭാവികമായിട്ട് അത് കേൾക്കുമായിരുന്നു. അതിനുശേഷം 2023 ഏപ്രിൽ 18 എനിക്ക് മാതാവ് ഒരു പെൺകുഞ്ഞിനെ തന്നു. അതുപോലെ തന്നെ 4 മാസം ഞാനിവിടെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. എല്ലാ ദിവസവും മമ്മി അത് യൂട്യൂബിൽ വെച്ച് കേൾക്കുമ്പോൾ ഞാനും ആ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ആങ്ങളെയാണേലും എനിക്കൊരാങ്ങളയേ ഉള്ളൂ. അവനും UK-യിലായിരുന്നു. കല്യാണത്തിന് വന്നിട്ട് തിരിച്ചു പോകാൻ അവനും സാധിച്ചില്ല. മമ്മി ഇവിടെ വന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എൻ്റെ മകനും തിരിച്ചു പോകാൻ സാധിക്കണേന്ന്. കുഞ്ഞുണ്ടായി 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളയുടെ വിസയും വന്നു. അവനും UK-ക്ക് തിരിച്ചു പോയി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ഇവിടുന്ന്